നെടുമങ്ങാട് ലയൺസ് ക്ലബും നമ്മുടെ ചാരുമൂടുള്ള മർഹബ മെഡിക്കൽ സെന്ററും കൂടെ ചേർന്നാണ് ഇന്ന് ഈ പരിപാടികൾ നടത്തുന്നത്. PMJF ഡോക്ടർ D. രവീന്ദ്രൻ നായർ ഇന്നത്തെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച് നമ്മളോടൊപ്പം വളരെ നേരത്തെ എത്തിച്ചേർന്ന നമ്മുടെ ഉളമലക്കൽ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി J. ലളിത, പ്രിൻസിപ്പൽ സെക്രട്ടറി PMJF ലയൺസ് അഡ്വക്കേറ്റ് R.V. ബിജു, നമ്മുടെ ഈ സ്കൂളിലെ ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയും അറിയാം. കഴിഞ്ഞ വർഷങ്ങൾ പോലെയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴും എല്ലായിടത്തും നടത്തുന്നുണ്ട്, എല്ലാ പഞ്ചായത്തിലും നടത്തുന്നുണ്ട്. വളരെ ഒരു സൗജന്യമായിട്ടുള്ള ഒരു സേവനമാണ് ഇവിടെ നടത്തുന്നത്. നമുക്കിപ്പോൾ ആദ്യമായി തന്നെ ഗ്രാമപഞ്ചായത്ത് നന്ദി പറയുകയാണ്. ഇനിയും ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്ന് മാത്രമാണ്. നമുക്കറിയാം, സമൂഹത്തിൽ ആവശ്യം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ് ഓരോ ലയൺസ് ക്ലബും ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ക്ലബ് എന്നുള്ളത്. ഏകദേശം 200-ൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ സംഘടന. കമ്മ്യൂണിറ്റി സർവീസാണ് ഓരോ ലയൺസ് ക്ലബും ഓരോ ലയൺ വോളണ്ടിയറും ചെയ്യുന്നത്. നെടുമങ്ങാട് ലയൺസ് ക്ലബ്ബ് ഇവിടുത്തെ നെടുമങ്ങാടും ചുറ്റുമുള്ള ആ സമൂഹത്തിൻ്റെ ആവശ്യം കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. ബി സെർവാണ് നമ്മുടെ മുദ്രാവാക്യം. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ആരോഗ്യമുള്ള ജനതയാണ് നമുക്ക് ആവശ്യം. ഓരോ അസുഖം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ 2 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേയിലെ കണക്കനുസരിച്ച് 750 മില്യൺ ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നത് ഡയബറ്റീസോടുകൂടിയാണ്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ഗവൺമെൻറ് സ്കൂളിലൊക്കെ ഒട്ടേറെ പാവപ്പെട്ട കുട്ടികളാണ് ഉള്ളത്. അവർക്ക് വേണ്ടുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വിജയ് സാറിനോട് കുറേ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുകയുണ്ടായി. അതുപോലെ ലയൺസ് ക്ലബ് അംഗങ്ങൾ നമ്മുടെ സ്കൂളിനെ സമീപിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം തന്നെ PTA പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് നെടുമങ്ങാട് ലയൺസ് ക്ലബ്ബ് ഇതിനകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമ്മുടെ പ്രിയങ്കരനായ ഡിസ്ട്രിക്ട് ഗവർണർ 100 പാവപ്പെട്ട ആൾക്കാർക്ക് സൗജന്യമായി 100 വീടുകൾ വെച്ച് കൊടുക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അത് 100 വീടുകൾ സൗജന്യമായി വെച്ച് നൽകുന്നു. ഒരു വീടിന് 8 ലക്ഷം രൂപയാണ് ചെലവ്. അപ്പോൾ അന്ന് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രൻ നായർ പറഞ്ഞു, ഒരു വീട് എൻ്റെ വകയായിരിക്കട്ടെ. ഈ രീതിയിലല്ല, വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നടത്തേണ്ടത് എല്ലാവരും പറഞ്ഞു. പക്ഷേ നമുക്ക് അതിനൊരു സമയം കിട്ടിയില്ല. 2 ദിവസം മുമ്പേ നമുക്ക് അറിയിപ്പ് കിട്ടിയതെങ്കിലും ഞങ്ങൾ മാക്സിമം മാധ്യമങ്ങളിലൂടെ തന്നെ വാട്സപ്പിലൂടെ അങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ സാധിച്ചു. പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ വളരെ മുൻപ് തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ രാഷ്ട്ര സംഘടനകൾ ദേശീയ സംസ്ഥാന നമ്മുടെ രാജ്യം 200 ലോകരാജ്യങ്ങളിൽ അംഗങ്ങളായ ഒരു സംഘടന വേറെ ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തും ഇതുപോലുള്ള ജീവകാരുണ്യ നടത്താൻ മനസ്സ് കാണിച്ച നെടുമങ്ങാട് ലയൺസ് ക്ലബിൻ്റെ ആദരണീയരായ എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. ഓരോ പരിശോധനയ്ക്കും നമ്മുടെ മറ്റേ രാഷ്ട്രീയത്തിൽ പോയ 10,000 മുകളിൽ വരുന്ന പരിശോധന തന്നെ ഈ 13 മേഖലകളിൽ നടത്തുക. ഇതെന്തുകൊണ്ടാണെന്നറിയില്ല, അത്രയും വലിയ ഒരു പങ്കാളിത്തം നമുക്ക് കഴിയാതെയുള്ള വിഷമമായിരിക്കും. നെടുമങ്ങാട് ലയൺസ് ക്ലബിന്റെ പേരിൽ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ചും മർഹബ മെഡിക്കൽ സെന്ററിലെ ജീവനക്കാരും അധിക ലാബിൻ്റെ ആൾക്കാരും ഒക്കെ അവരെ
പത്രത്തിലെ